ഇവരാരോ ആയിക്കോട്ടെ, കള്ളുകൂടിയന്മാരോ പിടിച്ചുപറിക്കാരോ ആരും ആയിക്കോട്ടെ, നാട്ടു റോട്ടിലിട്ട് തല്ലാൻ ഇയാൾക്കാരും അധികാരം കൊടുത്തത്? ആരാണ് അധികാരം കൊടുത്തത്? സാറിന് ആരാണ് അധികാരം തന്നത്? നിങ്ങൾക്ക് കാഴ്ച ശക്തി ഇല്ല. എന്റെ അനിയനെ അടിച്ച് കണ്ടവാനം ഇവിടെ എന്തിനാ ഏട്ടാ തല്ലി ഇവര്? എന്നെ ഒന്ന് തല്ലിക്കേ, ഒന്ന് കാണട്ടെ. വഴി കിടക്കുന്ന തല്ലും, ചോദിക്കാനും പറഞ്ഞ ആരും ഇല്ലാത്തതുകൊണ്ട്. എടാന്ന് വിളിച്ചാ എടാന്ന് തന്നെ തിരിച്ചു വിളിക്കും കേട്ടോ. നമസ്കാരം. കോട്ടയം നഗരത്തിൽ പോലീസിന്റെ ലാത്തിച്ചാർജ്, അടി കിട്ടിയതാകട്ടെ കടത്തിണ്ണയിൽ കിടന്നുറങ്ങിയ വയോധികർക്കും അസുഖ ബാധിതർക്കുമൊക്കെയാണ്. കഴിഞ്ഞ ചൊവ്വാഴ്ച രാത്രിയിലാണ് കോട്ടയം നാഗമ്പടം ബസ് സ്റ്റാൻഡിന് സമീപം ഈ സംഭവം നടക്കുന്നത്. ഈ ദൃശ്യങ്ങളടക്കം കോട്ടയം കുമരകം സ്വദേശിയായ അർജുൻ സി പവനൻ പകർത്തുകയും ചെയ്തു. പോലീസിന്റെ നിഷ്ക്രിയത്വം ചോദ്യം ചെയ്യുകയും ചെയ്തു. അതിനുശേഷം അദ്ദേഹം പോലീസിൽ SP അടക്കം പരാതിയും നൽകിയിട്ടുണ്ട്. ആ റൂൾ അറിയത്തില്ല, ഞാൻ പഠിപ്പിച്ചു തരാം. റൂൾ അറിയത്തില്ല, ഞാൻ പറഞ്ഞു തരാം. ഞാനൊരു സിവിലിയനാണ്. എനിക്ക് നിങ്ങൾ ചെയ്യുന്ന നടപടി റെക്കോർഡ് ചെയ്യാനുള്ള എല്ലാ അവകാശവും ഉണ്ട്. അത് ഞാൻ പറഞ്ഞേക്കാം കേട്ടോ. കേട്ടോ, താങ്കളോടാ പറഞ്ഞത്. ഞാനൊരു സിവിലിയനാണ്. റെക്കോർഡ് ചെയ്യും. താൻ ഇറങ്ങി വന്നപ്പോൾ അവരെ തല്ലുന്ന അടക്കം റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. കേട്ടോ, പേരെന്നായിരുന്നു? ലിനു ചെറിയാനല്ലേ? പക്ഷെ അവിടെ ഇട്ട് ചേട്ടൻ തല്ലിയില്ലേ? എന്റെ അനിയനെ അടിച്ച് കണ്ടവാനം നിങ്ങൾ കണ്ണു കാണാൻ പാടില്ല, കാഴ്ചയില്ല. നിങ്ങളെ തല്ലി, ചൂരലെ തല്ലി. ആ പൊക്കമുള്ള ആളല്ലേ തല്ലിയത്? ലിനു ചെറിയാന്ന് പറഞ്ഞിട്ട് 6 അടി പൊക്കമുള്ള ഒരു പോലീസുകാരെ ചെന്ന പിന്നെ ഇയാളെ എടുത്തിട്ട് അടിച്ചു. ചൂരലെ തല്ലുക, കണ്ണിന് കാഴ്ചയില്ലാത്ത ചിലപ്പോൾ മദ്യപിച്ചിട്ടുണ്ടാവാം, കള്ളന്മാരായിരിക്കാം, ആരും ആവട്ടെ. ഇവർക്ക് പിടിച്ചോണ്ട് പോവാം, കേസെടുക്കാം, റോഡിലിട്ട് തല്ലാനാരാ ഇവർക്ക് അധികാരം കൊടുക്കുന്നത്? ഇപ്പോൾ ആ ദൃശ്യങ്ങൾ പകർത്തിയ അർജുൻ സി പവനൻ നമുക്കൊപ്പമുണ്ട്. ഇത് എന്നായിരുന്നു സംഭവം നടക്കുന്നത്? അത് ചൊവ്വാഴ്ച, അതായത് ക്രിസ്മസിൻ്റെ രാത്രി. പക്ഷേ ആക്ച്വലി ഞാൻ അവിടെ എല്ലാ ചൊവ്വാഴ്ച അവിടെ പള്ളിയിൽ പോകാറുണ്ട്, നാഗമ്പടത്ത് പള്ളിയിൽ പോകാറുണ്ട്. അപ്പോൾ പള്ളിയിൽ ഫാമിലിയായിട്ട് പോയി നമ്മളവിടെ ചെന്ന് കാറ് പാർക്ക് ചെയ്ത് ഇറങ്ങുന്ന സമയത്ത് തന്നെ പടക്കം പൊട്ടിക്കുന്നവരുടെ സൗണ്ട് കേട്ടാണ് നോക്കിയപ്പോൾ സങ്കടം തോന്നി. കാരണം ആരാണെന്നോ എന്താണെന്നോ നോക്കുന്നില്ല. ഒരു ജീപ്പ് നിറച്ചും പോലീസ് വരുന്നു, 2 പേര് ബൈക്കിൽ പോലീസുകാർ വരുന്നു, ഇറങ്ങുന്നു, ചൂരലും ലാത്തിക്കും അടിക്കുന്നത് ആരെയാണെന്നോ, അത് സ്ത്രീയാണോ പുരുഷനാണെന്നോ പോലും ഇവർ നോക്കുന്നില്ല. അകാരണമായി തല്ലുവാണ്. അപ്പോൾ തല്ലുന്ന കണ്ടപ്പം ചിലപ്പോൾ ഒരു പക്ഷേ കടത്തണയിൽ കിടക്കുന്ന എന്തെങ്കിലും കുഴപ്പം പിടിച്ച ആൾക്കാരോ അല്ലെങ്കിൽ പിടിച്ചു പറിക്കാരോ അങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ പിടിച്ച് കൊണ്ടുപോയി കേസെടുത്ത് അതിനുള്ള മാർഗ്ഗം ഇവിടെ ഉണ്ട്. അതിനാണ് ഇവിടെ ഇങ്ങനെ ഒരു സിസ്റ്റം ഉള്ളത്. പക്ഷെ തല്ലാൻ ആർക്കും അധികാരമില്ല. അപ്പോൾ നമ്മുടെ പലരുടെയും ധാരണ ഇപ്പോൾ പോലീസിന് അങ്ങനെ നമ്മളെ കായികമായി ആക്രമിക്കാനോ അല്ലെങ്കിൽ കീഴ്പ്പെടുത്താനോ ഉള്ള എന്തോ അധികാരം ഉണ്ടെന്ന്. അങ്ങനെ യാതൊരു അധികാരവും പോലീസിനില്ല. ഈ കഴിഞ്ഞ ജൂലൈ 1-ാം തീയതി വന്ന ഭാരതീയ ന്യായ സംഹിതയുടെ 198-ാം വകുപ്പ് പ്രകാരം ഒരു തരത്തിലും ഒരു മനുഷ്യനെ ശാരീരികമായി വേദനിപ്പിക്കാനുള്ള യാതൊരു റൈറ്റ്സും പോലീസിനില്ല. ഇത് നമ്മളെല്ലാവരും മറന്നു പോകുന്നൊരു കാര്യമാണ്. പലപ്പോഴും ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ കാണുമ്പോൾ നമ്മൾ ഇഗ്നോർ ചെയ്ത് വിടാറുമുണ്ട്. ഇതെനിക്ക് അങ്ങനെ വിടാൻ തോന്നിയില്ല. കാരണം ഇതിനകത്ത് തല്ലുകൊണ്ടതിൽ ബഹുഭൂരിപക്ഷം വരുന്ന ആൾക്കാർ, ഏകദേശം 10ഓളം ആൾക്കാരുണ്ടായിരുന്നു. അവരെല്ലാവരും എഴുന്നേറ്റ് ഓടി. ഒരാൾക്ക് ഓടാൻ സാധിച്ചില്ല. കാരണം അയാളുടെ കണ്ണിന് കാഴ്ചയ്ക്ക് പ്രശ്നം ഉണ്ടായിരുന്നു. അയാൾ 2 ക്രച്ചസിലായിരുന്നു നടന്നത്. ഈ ക്രച്ചസിൽ നടന്നുപോയ ആൾ അപ്പുറത്തെ കടത്തിനേൽ വീണുപോയി. അയാൾ അവിടെ ഇട്ട് തല്ലി. അത് കണ്ടപ്പോൾ ഞാനത് ചോദ്യം ചെയ്ത് അതിന്റെ വീഡിയോ എടുത്തു. സാറെന്തിനാ എൻ്റെ ദേഹത്ത് വടിവെച്ച് വിടുന്നേ? എൻ്റെ ദേഹത്ത് വടിവെച്ച് വിടുന്നേ? പ്രവീൺ പ്രകാശ് സാറേ, ഞാൻ പറഞ്ഞുതരാം. ഇവരാരോ ആയിക്കോട്ടെ, കള്ളുകൂടിയന്മാരോ പിടിച്ചുപറിക്കാരോ ആരും ആയിക്കോട്ടെ, നാട്ടു റോട്ടിലിട്ട് തല്ലാൻ ഇയാൾക്കാരും അധികാരം കൊടുത്തത്? ആരാണ് അധികാരം കൊടുത്തത്? സാറിന് ആരാണ് അധികാരം തന്നത്? മർദ്ദിക്കാൻ ആരാണ് അധികാരം തന്നത്? വടി വെച്ച് ചൂരിൽ വെച്ച് ഇവരെ തല്ലാൻ നിങ്ങൾക്ക് ആരാണ് അധികാരം തന്നത്? വീട്ടിലില്ല. ലിബു ചെറിയാൻ അല്ലേ? ലിബു ചെറിയാൻ 6 അടി പൊക്കമുള്ള സാറേ, കാണിച്ചു തരാം കേട്ടോ. കേട്ടോ, മാന്യമായിട്ടാണെങ്കിൽ മാന്യമായിട്ട്, അതല്ലാതെ ഭീഷണിയൊന്നും വേണ്ട സാറേ. ഞാൻ പിന്നെ ചോദിക്കുക, ഇവരെ ചൂരൽ വടിക്ക് തല്ലാൻ നിങ്ങൾക്ക് ആരും അധികാരം തന്നത്? ഞാൻ വീട്ടിൽ പോവില്ല എന്നുള്ളത് കാണിച്ചു തരാം. ഇവരെ ചൂരൽ വടിക്ക് റോഡിലിട്ട് തല്ലാൻ ഈ നിൽക്കുന്ന യമാനും ആരാണ് അധികാരം തന്നത്? താൻ പോടോ അവിടുന്ന്, താൻ പോടോ. എടാന്ന് വിളിച്ചാൽ എടാന്ന് തന്നെ തിരിച്ചു വിളിക്കും കേട്ടോ. ഇവരെ കള്ളുകൂടിയന്മാരെ പിടിച്ചുപറിക്കാർ ആരും ആട്ടെ, നിങ്ങൾക്ക് പിടിച്ച കസ്റ്റഡിയിൽ എടുത്തുകൊണ്ട് പോകാം. ഇവരെ ചൂരൽ വടിക്ക് തരാനുള്ള അധികാരം നിങ്ങൾക്കാരാണ് തന്നത്? തനിക്കാരാ തന്നത്? ഈ 6 അടി പൊക്കമുള്ള ആൾക്കാരാണ് തന്നത്? ആരാണ് തന്നത്? മറുപടി പറഞ്ഞിട്ട് പോടോ. ചൂരൽ വടി വെച്ച് എൻ്റെ ദേഹത്ത് ഇങ്ങനെ തട്ടിയായിരുന്നല്ലോ, എന്താ കാര്യം എന്ന് ചോദിച്ചിട്ട് എന്നെ ഒന്ന് തല്ലിക്കേ, ഒന്ന് കാണട്ടെ. വഴി കിടക്കുന്നവരെ തല്ലും, ചോദിക്കാനും പറഞ്ഞ ആരും ഇല്ലാത്തതുകൊണ്ട്. ലിനു ചെറിയാൻ സാറേ, നമുക്ക് കാണാം കേട്ടോ. ഇതിൻ്റെ ബാക്കി നമുക്ക് കോടതി കാണാം. ലിനു ചെറിയാൻ എന്ന് പറഞ്ഞിട്ടൊരു കോൺസ്റ്റബിൾ, ഏകദേശം 6 അടിയോളം പൊക്കമുള്ള ആചാരബാഹയുള്ള മനുഷ്യൻ താഴെ വീണ് കിടക്കുന്ന ആളെ തല്ലുക.
അതുകൂടാതെ അതിന് കൂട്ടു നിൽക്കുന്ന ആരാ? എസ് ഐയും കൂടെ നേതൃത്വത്തിലാണ് തല്ലുന്നത്. അപ്പം ഞാനിത് വീഡിയോ എടുക്കുന്നുണ്ടപ്പം എക്സ്പീരിയൻസ് ആയിട്ടുള്ള പോലീസുകാർ അങ്ങ് മാറി, പെട്ടെന്ന് അങ്ങ് വിട്ടുപോയി. ഇവർ രണ്ടുപേരും അവിടെ നിന്നു. ഞാൻ ചോദിച്ചു അവരോട്, നിങ്ങൾ എന്തിനാണ് തല്ലുന്നത്? തല്ലാൻ നിങ്ങൾക്ക് ആരാണോ അവകാശം തന്നത്? എന്തിനാണ് തല്ലുന്നുള്ള മറുപടി തന്നില്ല. തല്ലാൻ ആരാണ് അവകാശം തന്നപ്പോൾ നീ പോടാന്ന് എന്നോട് പറഞ്ഞു. നീ പോടാന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, നീ വീട്ടിൽ പോടാന്ന് പറഞ്ഞു. നീ പോടാന്ന് വിളിച്ചാൽ ഞാനും തിരിച്ചു പോടാന്ന് വിളിക്കുമെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് അതിൻ്റെ ഒരു അവകാശവും ഇല്ല. തല്ലാനോ എടാ പോടാന്ന് വിളിക്കാനോ ഒന്നിനുള്ള അവകാശം നിങ്ങൾക്കില്ല. നിങ്ങൾക്ക് നിയമപാലകരാണ്, നിയമം ലംഘിക്കുകയാണ് നിങ്ങളിവിടെ ചെയ്തതെന്നൊക്കെ ഞാൻ അവരോട് പറഞ്ഞു. അവസാനം അവർ നമ്മളെ ഭീഷണിപ്പെടുന്ന രീതിയിലൊക്കെ സംസാരിച്ചപ്പോൾ തിരിച്ച് ഞാനും അതേ ടോണിൽ തന്നെ സംസാരിച്ചു. ഒന്നും മിണ്ടിയില്ല, വിട്ടുപോയി. അതാ രസം. ആ കടത്തണയിലുണ്ടായിരുന്ന ആൾക്കാർ അവിടെ തന്നെ ഇരിക്കുന്നു. ഒരുപക്ഷെ അവരെന്തെങ്കിലും പ്രശ്നക്കാരായിട്ടുള്ള ആൾക്കാരാണെങ്കിലോ, അല്ലെങ്കിൽ എന്തെങ്കിലും മോശപ്പെട്ട മദ്യപിച്ചിരിക്കുന്ന ആൾക്കാരോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലഹരി പദാർത്ഥം ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവരെ പിടിച്ചുകൊണ്ട് പോയി നിയമപരമായി ശിക്ഷിക്കണമെന്നേ. അല്ലാതെ റോഡിലിട്ട് കൊച്ചു കുട്ടികളും സ്ത്രീകളും വരെ പള്ളിയിലേക്ക് പോകുന്ന വഴിയിലിട്ട് തല്ലുക, അതിനുള്ള യാതൊരു അവകാശവും പോലീസിനില്ല. ഇതുകൊണ്ടോ എന്തിനാ ഏട്ടാ തല്ലിയവര്? എന്തിനാ തല്ലിയത്? എന്തിനാ? നിങ്ങൾക്ക് കാഴ്ചശക്തി ഇല്ല. നിങ്ങളുടെ പേരെന്താ? എന്റെ പേര് സുകുമാരൻ. എവിടെ വീട്? എന്റെ വീട് ചങ്ങനാശ്ശേരി. ചങ്ങനാശ്ശേരി. ഞാൻ എവിടെയാ കിടക്കുന്നത് സാറേ? ഞാൻ ചെണ്ണലും ഒന്നുമില്ല, എനിക്ക് ഒന്നിനും പോകത്തില്ല. കാലൊക്കെ നീരെന്നാ? നല്ല പരിചയം എനിക്ക് ആൾക്കാരുമായിട്ട്, അതുകൊണ്ട് എനിക്ക് കാലൊക്കെ നീരാണ്. സുബറിന്റെ കണ്ണിന് കാഴ്ചയില്ല. തല്ലി ശരിക്കും ചൂരല് തല്ലി. എന്റെ അനിയനെ മാണ്ടവനാണ്. അതിനീ മുന്നോട്ട് അത് ചോദ്യം ചെയ്തു തന്നെ പോവും. ഇതിന് ബാക്കി നടപടി, അതായത് എല്ലാവരുടെയും ധാരണ ഇത് പോലീസ് എന്തെങ്കിലും ചെയ്താൽ പോലീസിൽ തന്നെ വേണ്ടേ പരാതിപ്പെടാൻ എന്നൊരു ധാരണയാണ് എല്ലാവർക്കും ഉള്ളത്. അങ്ങനെയല്ല. പുതിയ റൂൾ പ്രകാരം നമുക്ക് മജിസ്ട്രേറ്റിന് ഡയറക്റ്റ് ഒരാൾക്ക് പരാതി കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മുടെ കയ്യിലുള്ള തെളിവുകൾ വേണമെന്ന് മാത്രം. നമ്മുടെ പേരിൽ കള്ളക്കേസ് എടുത്താൽ പോലും ഏകദേശം 1 വർഷത്തോളം തടവും ജോലിയും നഷ്ടപ്പെടും. ഇത് ഒരുവിധം പോലീസുകാർക്ക് പോലും അറിയത്തില്ല. അറിയാമെങ്കിൽ തന്നെയും അറിയില്ല എന്ന് നടിക്കുകയാണ്. നമുക്കത് കണ്ടില്ലെന്ന് നടിക്കാനാവില്ല. അത് മുന്നോട്ട് തന്നെ പോകും. ഇത് ഈ മർദ്ദനമേറ്റത് അല്ലെങ്കിൽ ലാത്തിചാർജ് ചെയ്ത സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകളുണ്ടോ? അസുഖക്കാരൊക്കെ ഉണ്ടായിരുന്നു. അതിനകത്തൊരു സ്ത്രീ ഉണ്ടായിരുന്നു. ആ സ്ത്രീ ശരിക്കും പറഞ്ഞാൽ അവരുടെ നിലവിളിയുണ്ട്. ആ വീഡിയോക്കകത്ത് പോലും ഉണ്ട് അവരുടെ നിലവിളി. അവര് ഓടി രക്ഷപ്പെട്ട്, അവർ അപ്പുറത്തൊരു മൈതാനം വഴി ഓടി രക്ഷപ്പെട്ടു. അപ്പോൾ എത്രത്തോളം വലിയ അടിയായിരിക്കും കിട്ടിയെന്ന് ആലോചിച്ച് നോക്കി. ഓടാൻ പറ്റാത്ത ഒരാളെ മാത്രമാണ് എനിക്ക് കിട്ടിയത്. എനിക്കിത് ചോദിക്കാൻ കിട്ടിയത് ഓടാൻ പറ്റാതിരുന്ന ഒരാൾ. കണ്ണിന് കാഴ്ചയില്ല, കണ്ണിന് കാഴ്ചക്കുറവുണ്ട്, കാലിന് നീരുണ്ട്. അയാൾ മദ്യപിച്ചിട്ടിരിക്കുന്ന ഇയാൾ പിടിച്ചുകൊണ്ട് പോകണേ. അല്ല ഇയാൾ മറ്റെന്തെങ്കിലും കുഴപ്പം പിടിച്ച ആളാണെങ്കിൽ ഇവരെ അറസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നിയമ നടപടി സ്വീകരിക്കട്ടെ. ഇത് മുടി വരച്ച ആള് അവിടെ കിടന്നുറങ്ങുമായിരുന്നു. അല്ലാതെ മറ്റെന്തെങ്കിലും ശല്യം ചെയ്യുന്ന ആളോ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ വീണ് കിടക്കുന്ന ആൾക്കാരെ തല്ലാവോ? താഴെ വീണ് കിടക്കുന്ന തല്ലാനായിട്ട് മാത്രം എന്തെങ്കിലും കുഴപ്പം പിടിച്ച ആൾക്കാരാണോ? അതാണ് ഞാൻ ചോദിക്കുന്നത്. ഇതിനൊന്നിനും മറുപടിയില്ല. സംഭവം എനിക്ക് മനസ്സിലായത്, ഒരു കോമൺ സെൻസ് വെച്ച് എനിക്ക് മനസ്സിലായത്, ഇവര് ക്രിസ്മസ് ദിനത്തിൽ ഡ്യൂട്ടി എടുത്തതിന്റെ ഫ്രസ്ട്രേഷൻ തീർത്തത് വേറൊന്നുമല്ല. ക്രിസ്മസ് ദിനത്തിൽ വീട്ടിൽ ഇരിക്കേണ്ട സമയത്ത്, എൻജോയ് ചെയ്യേണ്ട സമയത്ത് ജോലിയിലിരിക്കുവാണല്ലോ. വെറുതെ അല്ല, ശമ്പളം കൊടുക്കുന്നുണ്ടെന്ന് ഓർത്തോണം. അതായത് ഇത് കാണുന്ന ബഹുഭൂരിപക്ഷം വരുന്ന, ഞാനും അടങ്ങുന്ന ബഹുഭൂരിപക്ഷം വരുന്ന സാധാരണക്കാരൻ അടയ്ക്കുന്ന ടാക്സിൽ നിന്നാണ് ഒരു സാലറി കൊടുക്കുന്നത്. ആ പൈസ കൊണ്ടാണ് ഇവർ യൂണിഫോം മേടിക്കുന്നത്. ആ പൈസ കൊണ്ടാണ് ഇവർക്ക് ക്യാൻറ്റീനിൽ വിലക്കുറവിൽ സാധനങ്ങൾ കിട്ടുന്നത്. ആ പൈസ കൊണ്ടാണ് ഇവരുടെ ജീപ്പ് ഓടുന്നത്. ഇതെല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഇവരെ സാറേന്ന് വിളിച്ച് കുമ്പിട്ട് നിൽക്കണം. നമ്മളെ എടാ പോടാന്നും മോശം വാക്കുകളുടെ നേരെ വീഡിയോ പകർത്തിയപ്പോൾ അവരൊന്നും ചൊറഞ്ഞില്ലേ? വന്നു. ഈ പറഞ്ഞ പർട്ടിക്കുലർ പേഴ്സൺ, ആ കോൺസ്റ്റബിൾ എൻ്റെ നേരെ ക്യാമറ ഇങ്ങനെ പിടിക്കാൻ വേണ്ടി വന്നു. അപ്പം എന്തിനാ വീഡിയോ എടുക്കുന്നത് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ റൂളുണ്ട്. ഞാൻ പറഞ്ഞു എനിക്കത് എടുക്കാനുള്ള അവകാശമുണ്ട്. അതായത് നിങ്ങൾ പബ്ലിക് സർവൻസ് ആയിട്ടുള്ള ആൾക്കാർ, നിങ്ങൾ എന്ത് നടപടി സ്വീകരിച്ചാലും അത് വീഡിയോയും ഓഡിയോയും പകർത്താനുള്ള അവകാശം എനിക്കുണ്ട്. ഞാനൊരു സിറ്റിസൺ ആണ്, ഞാനൊരു സിവിലിയനാണ്, എനിക്ക് ചെയ്യാനുള്ള അവകാശമുണ്ടെന്ന് തോന്നുന്നു. അന്നേരം പുള്ളി വരണ്ടു പോയി. പുള്ളി പിന്നെ എൻ്റെ പുറകെ വന്നില്ല. അപ്പോൾ അതിനിടയ്ക്ക് ഈ എസ് ഐ എന്നെ കാണുന്നില്ല. എസ് ഐ അപ്പോൾ അടിച്ചുകൊണ്ടിരിക്കുക അവിടെ. കാരണം പുറകിലിട്ട് ആളെ തല്ലുക. അപ്പം എൻ്റെ അടുത്ത് വെച്ച് ഈ വടിയായിട്ട് വന്നിട്ട് എൻ്റെ കാലിലിങ്ങനെ തട്ടിട്ട് എന്നാ കാര്യം എന്നാ? ഞാൻ പറഞ്ഞ കാര്യം എന്നാന്ന് ചോദിച്ചാൽ നിങ്ങൾക്കാരാ അവരെ തല്ലാൻ അധികാരം തന്നത്? അവകാശം എന്താ ഉള്ളത്? നിങ്ങൾക്ക് അവരെ തല്ലാൻ എന്താ അധികാരമുള്ളത്? നീ പോ ഇങ്ങനെ പറയുന്നത്. നീ പോന്ന് നമുക്ക് ആലോചിക്കേണ്ട ഒരു കാര്യമാണെന്നറിയോ? നമ്മുടെ നാട്ടിൽ മാത്രമേ ഉള്ളൂ ഈ ഒരു കൾച്ചറുള്ളൂ. അതായത് പോലീസിനെ കാണുമ്പോൾ ഭയപ്പെടുന്നു. ശരിക്കും നമ്മളെ ഹെൽപ്പ് ചെയ്യേണ്ട ആൾക്കാരത്. നമുക്കൊരു ബുദ്ധിമുട്ടായ നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരാണ്. ഇവർ ശരിക്കും പല സാഹചര്യങ്ങളിലും കാക്കിയിട്ട് ഗുണ്ടകളെപ്പോലെ പെരുമാറുന്നുണ്ട്. അതൊക്കെ മാറണം. ഈ സെയിം സേനയിൽ തന്നെ 1 രൂപ പോലും കൈക്കൂലി വാങ്ങിക്കാതെ, എല്ലുമുറിയെ പണിയെടുക്കുന്ന, അവധിയെടുക്കാതെ, വിശേഷ ദിവസങ്ങളിലെല്ലാം ഡ്യൂട്ടിക്ക് പോകുന്ന നല്ലവരായ ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്കെല്ലാം കളങ്കമാണ് ഇതുപോലുള്ള കുറേ ഗുണ്ടകൾ.
ഏതായാലും പോലീസിലെ ചില ആളുകളാണ് ഇത്തരത്തിൽ പോലീസിന് തന്നെ നാണക്കേടുണ്ടാകുന്നത്. കോട്ടയത്തെ സംബന്ധിച്ചിടത്തോളം ശരിക്കും നാണക്കേടായ ഒരു സംഭവം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. രാത്രിയിൽ കിടന്നുറങ്ങിയ വയോധികരായ അല്ലെങ്കിൽ ഭിക്ഷാടകർക്ക് നേരെയാണ് പോലീസ് ലാത്തിച്ചാർജ് നടത്തിയിരിക്കുന്നത്. അത് അർജുൻ സി പവനൻ പകർത്തുകയും ചെയ്തു. ഇപ്പോൾ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയിട്ടുണ്ട്. ഇനിയും ജില്ലാ മജിസ്ട്രേറ്റിന് കൂടി പരാതി നൽകി കൃത്യമായി പോലീസുകാർക്ക് ശിക്ഷ നൽകുന്നതിനുള്ള തയ്യാറെടുപ്പിലാണ് അർജുൻ ഉള്ളത്. ക്യാമറാമാൻ ജിതിനൊപ്പം CR ശ്യാം, മറുനാടൻ മലയാളി, കോട്ടയം.